Hi friends, welcome to Malayali Corner. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പഞ്ചാബി സോഡയാണ് കാണിക്കുന്നത്. 3 കളറിലുള്ള പഞ്ചാബി സോഡ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ളത്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുണ്ട് കൂട്ടുകാരോട്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ തൊട്ടിട്ട് എല്ലാ വീഡിയോസിനും സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരാകാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഫുൾ കാണുക. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കമൻസ്, നല്ല കമൻസോ നിങ്ങളുടെ ഡൗട്ടുകളോ എന്തെങ്കിലും ഒരു കമൻസ് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഭാഗ്യശാലികൾ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം മറക്കാതെ കമൻസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്കും സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരാകാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആദ്യം നമുക്ക് റോസ് കളറിലുള്ള പഞ്ചാബി സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മാതളം നാരങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുക. നമുക്ക് എത്ര വേണ്ടത് അതെടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് നമ്മളതിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇടുക. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇല്ലാത്തതുകൊണ്ടാണ് ഐസ് ക്യൂബ് ഇടാത്തത്. പിന്നെ പാല് തിളപ്പിച്ച് ആറ് ഫ്രിഡ്ജിൽ വെച്ച പാലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള പാല് നിങ്ങൾ യൂസ് ചെയ്യുന്ന മാതിരി എടുക്കുക. പക്ഷേ തണുത്ത പാല് വേണം യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇതിൽ പാല് തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത പാലാണിപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്കിനി ഒഴിക്കേണ്ടത് ഇനി ഇടേണ്ടത് കസ്കസാണ്. അപ്പോൾ കസ്കസ് നമുക്ക് വേണ്ടത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ നമ്മുടെ സോഡ നല്ല ചിൽഡ് ആയിട്ടുള്ള സോഡയാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സോഡ ഐസ് ക്യൂബ് ഉള്ളവർ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾ നേരത്തെ പാലിൽ ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ചിലവർ ഫുഡ് കളറാണ് ചേർക്കുക. അപ്പം ഞാൻ ഇതിൽ ഫുഡ് കളർ ചേർത്തിട്ടില്ല. അതിന് പകരമാണ് ഞാൻ നമ്മൾ അനാറിൻ്റെ ജ്യൂസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മിൽക്ക് സോഡേനെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഐസ് ക്യൂബ് ഉള്ളവർ ഐസ് ക്യൂബ് ഇടുക. ഇപ്പം ഞാനതിൽ കസ്കസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര ഇടുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ തിളപ്പിക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇടുക. എന്നിട്ട് തണുത്ത പാൽ ഒഴിക്കാം. ഇനി സോഡ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതാണ് പാൽ സോഡ. പഞ്ചാബി സോഡ തന്നെ വേറെ ഫ്ലേവർ ആയിട്ടുള്ള ഇത്. ഇനി അടുത്തത് നമുക്ക് പൈനാപ്പിൾ ഫ്ലേവറിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പൈനാപ്പിളോ അല്ലെങ്കിൽ മാംഗോയോ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിതിന് എടുത്തിരിക്കുന്നത്, ഇതിന് മാത്രം ഞാൻ ഫുഡ് കളർ എടുക്കേണ്ടത്, യെല്ലോ കളർ ഫുഡ് കളർ, അതോ മാംഗോയ്ക്കോ എന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഫുഡ് കളർ വേണ്ടെന്നുള്ളവർ ഇതുമാതിരി വല്ല എസൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 തുള്ളി ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, യെല്ലോ കളർ ഫുഡ് കളർ. ഇനി അതിലേക്ക് ചേർക്കുക, പഞ്ചസാര ചേർക്കുക, പിന്നെ പാല് ചേർക്കുക, പിന്നെ നമ്മുടെ കസ്കസ് ചേർക്കുക, പിന്നെ സോഡ ചേർക്കുക. ഇത് ശരിക്കും പൈനാപ്പിൾ ഒരു യെല്ലോ കളറിലുള്ള ഒരു ഇതാണ്. നമുക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ചേർക്കാം, മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 3 കളറിലുള്ള
പഞ്ചാബി സോഡ റെഡി ആയിട്ടുണ്ട്. അപ്പം 3 കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 3 കളറിലുള്ള പഞ്ചാബി സോഡ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കത് കുടിക്കാൻ തോന്നും. നല്ല കട്ടിയായിട്ടുണ്ട്. ഫുഡ് കളറൊക്കെ മാക്സിമം ചേർക്കാതിരിക്കുക. ഇതുമാതിരി ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ്, കുട്ടികൾക്കും കുടിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക. അതുമാതിരി തന്നെ നമ്മുടെ പറഞ്ഞ പോലെ സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് നേടാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.